യുഎഫ സൂപ്പർ കപ്പിൽ PSG ആസ്റ്റൺ വിയെ പരാജയപ്പെടുത്തി. അങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് രണ്ടാം തവണയാണ് PSG യുഎഫ സൂപ്പർ കപ്പിന്റെ ചാമ്പ്യൻസ് ആവുന്നത്. അങ്ങനെ ഇതിനു മുമ്പ് യുഎഫ സൂപ്പർ കപ്പിൽ കോൺസിക്യൂട്ടീവായിട്ട് 2 തവണ ചാമ്പ്യൻസ് ആയവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, അയാക്സ് ആയിക്കോട്ടെ, AC മിലാൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇങ്ങനെ 4 പേരാണ് മെയിൻലി ചാമ്പ്യൻസ് ആയിട്ടുള്ളത് കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 തവണ. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലൂയിസ് എൻട്രിക്ക് അതേപോലെ തന്നെ തിയറി ഹെൻറി, ആസ്റ്റൺ വിയുടെ കോച്ചാണല്ലോ തിയറി ഹെൻറി എന്ന് പറഞ്ഞത്. കഴിഞ്ഞ സീസണിലും പ്രീമിയർ ലീഗിൽ അതിഭീകര മകനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വിൻസ് ഒക്കെ നടത്തിയ ഒരു നെറോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വിൻസ് നടത്തിയ ഒരു ടീമാണ് നമ്മുടെ ഹാമിൻസിന്റെ കണ്ടറിൽ. തിയറി ഹെൻറി വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ നടത്തി അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വിൻസ് ഒക്കെ നടത്തിയതാണ്. ഈ തിയറി ഹെൻറി വേഴ്സസ് ലൂയിസ് എൻട്രിക്കെ വരുന്ന സമയത്ത് എപ്പോഴും ലൂയിസ് എൻട്രിക്കെ എസ്പെഷ്യലി ഓൺ യുഎഫ യൂറോപ്യൻ മാച്ചസ് വരുന്ന സമയത്ത് നമുക്ക് 2016 2015 അതിൻ്റെ ആ ഒരു സമയത്ത് യുഎഫ സൂപ്പർ കപ്പ് വന്ന സമയത്ത് സെവിയ വേഴ്സസ് ബാഴ്സലോണ ആയിരുന്നു അന്ന് തിയറി ഹെൻറിക്ക് പരാജയപ്പെടേണ്ടി വരുന്നു ലൂയിസ് എൻട്രിക്കയുടെ അണ്ടറിൽ. പിന്നെ അതുപോലെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ PSG കോച്ചായിരിക്കുന്ന സമയത്ത് തിയറി ഹെൻറി അന്ന് ബാഴ്സലോണ വേഴ്സസ് PSG വന്ന സമയത്ത് ഒരു ഹിസ്റ്റോറിക്കൽ കംബാക്ക് നടത്തി തിയറി ഹെൻറി. അവിടെയും ലൂയിസ് എൻട്രിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി. ഇപ്പോൾ അതേ വീണ്ടും യുഎഫ സൂപ്പർ കപ്പിൽ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ മാച്ച് നടന്നോന്ന് അറിയില്ല. എന്തായാലും PSG കുഴപ്പമില്ലാത്തൊരു കളിയാണ് കളിച്ചത്. 2 ഗോൾ ജസേരെ ദുവയും പിന്നെ അതുപോലെ തന്നെ ക്വരറ്റ്സ്കേലിൻ്റെ ഒരു കിടിലും ഗോൾ ഉണ്ടായിരുന്നു. പക്ഷേ ആസ്റ്റൺ വിയ മോശമായിട്ടൊന്നുമല്ല കളിച്ചത്. അവരുടേതായിട്ടുള്ള 14 ഷോട്ട് 5 ഓൺ ടാർഗറ്റ് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ആസ്റ്റൺ വിയുടെ ഭാഗത്തു നിന്നും. പക്ഷെ അവർക്ക് അവസാനം ആ ഒരു ഗോൾ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ 2-1 എന്നുള്ള ഒരു സ്കോറിന് ആസ്റ്റൺ വിയ പരാജയപ്പെട്ടു. യുഎഫ സൂപ്പർ കപ്പ് വിന്നേഴ്സ് ഈസ് PSG. കോണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.